ശീഘ്രസ്ഖലനം ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് കരുതപ്പെടുന്നാവുന്ന ഒന്നാണ്. സ്പർശനത്തിലൂടെ തന്നെ വളരെ പെട്ടെന്ന് ശുക്ലസ്രാവം ഉണ്ടാവുന്ന അവസ്ഥയാണ് ശീഘ്രസ്ഖലനം. തലോടലുകളിലൂടെ ഉടനെ തന്നെ ശുക്ലം സ്രവിക്കുക, അല്ലെങ്കിൽ യോനിയിൽ പ്രവേശിപ്പിച്ച് 7 സെക്കൻഡിന് മുൻപേ തന്നെ ശുക്ലം സ്രവിക്കുക എന്നിവയൊക്കെയാണ് ശീഘ്രസ്ഖലനത്തിന്റെ ഗണത്തിൽപ്പെടുന്നത്. ഇതിന് ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത്, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ ശീഘ്രസ്ഖലനം തടയാൻ വളരെ ഫലപ്രദമായ ഒന്നാണ്. ശീഘ്രസ്ഖലനം തുടർച്ചയായി അനുഭവപ്പെടുന്നവർക്ക് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് ഉലുവ വായിലിട്ട് ചവയ്ക്കുക. അതിൻ്റെ കൂടെ തേൻ കൂടെ ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഹോർമോൺ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉലുവ സഹായിക്കും. മികച്ച ദഹനത്തിന് കൂടെ ഉലുവ ഫലപ്രദമാണ്. മറ്റൊന്ന് വാഴപ്പഴമാണ്. വാഴപ്പഴം ഒരു ദിവസം 3 തവണയെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പുരുഷന്മാർക്ക് കരുത്ത് പകരാൻ ഉത്തമമായ ഒന്നാണ്. ദിവസവും 1/2 കപ്പ് തിളപ്പിച്ച പാലും 2 പഴവും കഴിക്കുന്നത് ഒരു 3 മാസത്തേക്ക് ശീലിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഈ ബലഹീനത നിശേഷം മാറാവുന്നതേ ഉള്ളൂ. മറ്റൊന്ന് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ മണം എല്ലാവർക്കും സഹനീയമാവണമെന്നില്ല. ഇതിലെ അല്ലിസിൻ എന്ന ഘടകം അവയവത്തിലേക്കുള്ള രക്തയോട്ടം കൂട്ടാനും ഉദ്ധാരണവും ശുക്ല ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ്. രാത്രി ബന്ധപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് 1-2 അല്ലി വെളുത്തുള്ളി വിഴുങ്ങുന്നതും അതോടൊപ്പം അല്പം വെള്ളം കുടിക്കാം ചെയ്യുന്നതും നല്ലതായി കരുതപ്പെടുന്നു. മറ്റ് കെമിക്കലോ ഇംഗ്ലീഷ് മരുന്നുകളോ ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി ഇത്തരം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മെഡിസിനിലൂടെ സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ ഈ ശീഘ്രസ്ഖലനം. Thank you for watching this video.